ഇടുക്കി കൂട്ടാറിലെ പോലീസ് മർദ്ദനത്തിൽ SP റിപ്പോർട്ട് തേടി എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ ASPയോട് നിർദ്ദേശം നൽകി. യാത്രയിൽ മദ്യപിച്ചു വാഹനങ്ങൾക്ക് നേരെ പടക്കമെറിഞ്ഞുവെന്ന പരാതിയെ തുടർന്നാണ് CI അവിടെ എത്തിയത്. ജെയിൻ എസ് രാജു വിവരങ്ങളുമായിട്ട്. ജെയിൻ, പലയിടത്തും ഇതുപോലെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു മര്യാദയുമില്ലാത്ത പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ എങ്ങനെയാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്? എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ? പോലീസ് അതിക്രമത്തിന്റെ വാർത്തകളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ആദ്യം പത്തനംതിട്ടയിൽ നിന്ന് പിന്നീട് ഇടുക്കിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ ഇടുക്കിയിലെ സംഭവത്തിൽ കൂട്ടാറിലെ പോലീസ് മർദ്ദനത്തിൽ SP റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ASPക്കാണ് നിർദ്ദേശം നൽകിയത്. ഓട്ടോ ഡ്രൈവർക്കാണ് പോലീസിന്റെ മർദ്ദനമേറ്റത്. പുതുവത്സര ദിനത്തിൽ പടക്കം പൊട്ടിക്കുന്നത് കാണാൻ നിന്നയാൾക്കാണ് പോലീസിന്റെ ക്രൂരമായ മർദ്ദനമേറ്റത്. കമ്പമേട് CI ഷമീർ ഖാനാണ്. ഈ ഷമീർ ഖാൻ തന്നെയാണ് നേരത്തെ പരാതി എടുക്കാൻ വന്ന് മോശമായി പെരുമാറിയത്. കമ്പമെട്ട് CI ഷമീർ ഖാനാണ് ഓട്ടോ ഡ്രൈവറായ മുരളീധരന്റെ കരണത്തടിച്ചത്. പോലീസിന്റെ അടിയേറ്റ് നിലത്ത് വീഴുന്ന ഷമീറിനെ നമുക്ക് ഈ CCTV ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. മർദ്ദനത്തിൽ തന്റെ പല്ല് പൊട്ടിപ്പോയെന്ന് മുരളീധരൻ പറയുന്നുണ്ടായിരുന്നു. ആദ്യം ഈ മർദ്ദനമേറ്റ കാര്യമൊന്നും മുരളീധരൻ ആരോടും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും വീട്ടുകാരോടൊന്നും പറഞ്ഞിരുന്നില്ല. പിന്നീട് വീഡിയോ കണ്ടാണ് ഈ കാര്യമൊക്കെ അറിഞ്ഞതെന്നാണ് കുടുംബം പ്രതികരിച്ചത്. മകളാണ് എന്നിട്ട് പരാതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. മകൾ SP ഓഫീസിലെത്തി പരാതി നൽകുകയായിരുന്നു. പിന്നാലെ DYSP ഓഫീസിൽ നിന്ന് വിളിച്ചു മൊഴിയെടുത്തു. പക്ഷെ ഇതുവരെ നടപടിയൊന്നും ഉണ്ടായില്ല എന്നുള്ളൊരു പരാതി കുടുംബത്തിനുണ്ടായിരുന്നു. അതായത് ആശുപത്രി ചെലവ് വഹിക്കാമെന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഈ മർദ്ദനമേറ്റ ആളുടെ ഒരു സുഹൃത്തായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇതിന്റെ ചെലവ് വഹിക്കാം, ആശുപത്രി ചെലവ് വഹിക്കാമെന്ന് അറിയിച്ചതിനെ തുടർന്ന് ഇനി പരാതിയുമായി മുന്നോട്ട് പോകേണ്ട എന്നൊരു തീരുമാനത്തിലായിരുന്നു. പക്ഷേ മകൾ ഇത് പരാതി തന്നെ കൊടുക്കണം, ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല, എങ്ങനെയാണ് നിരപരാധികളെ ഇങ്ങനെ ഒരു കാരണവുമില്ലാതെ പോലീസ് മർദ്ദിക്കുക എന്ന് ചോദിച്ച് പരാതിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു.